Opening hours with MyFin. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നലെ ഒരു പോസിറ്റീവായൊരു ക്ലോസിംഗ് എടുത്തതിന് ശേഷം ഇന്നും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു തുടക്കം കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി 50 25,362 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. 158 പോയിന്റിൻ്റെ നേട്ടം കാണുന്നുണ്ട്. അതായത് 0.63% നേട്ടമാണ് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയും സമാനമായി തന്നെ 0.5% മുകളിലേക്കുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തി 59,554 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കറ്റിലോട്ട് വരുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ട്രെൻഡ് തുടക്ക സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് ഒക്കെ തന്നെ ഇന്ന് നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. അതിൽ സ്മോൾ ക്യാപ്പിലോട്ട് വരുമ്പോൾ 1% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്താൻ മാർക്കറ്റിന് സാധിക്കുന്നുണ്ട്. സെക്ടർ വൈസ് പെർഫോമൻസിലോട്ട് വരുമ്പോൾ മീഡിയ, മെറ്റൽ, റിയൽറ്റി ഈ 3 സെക്ടറുകളാണ് ഇന്ന് ഏറ്റവും മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ഏതായാലും ഈ ഒരു 3 സെക്ടർ നോക്കുമ്പോൾ 1% മുകളിലേക്ക് നേട്ടം രേഖപ്പെടുന്നുണ്ട്. ഏതായാലും ഇടിവിലോട്ട് വരുമ്പോൾ FMCG, PSU ബാങ്ക് ഇൻഡെക്സ് എന്നീ 2 ഇൻഡെക്സുകൾ നേരിയ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. US മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് ക്ലോസിംഗ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അതായത് ഡൗ ജോൺസിലോട്ട് വരുമ്പോൾ 0.83% ഇടിവ്, S&P 500 0.41% നേട്ടം, നാസ്ഡാക്കിൽ 0.91% നേട്ടം എന്നിങ്ങനെയാണ് US മാർക്കറ്റ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. സുരേഷ് സാർ, ഏതായാലും ബഡ്ജറ്റിന് മുമ്പുള്ള ഒരു ദിവസങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് ദിനങ്ങളെന്ന് പറയുന്നത്. മാത്രമല്ല ഇന്ന് രാത്രി നമ്മൾ നോക്കുമ്പോൾ US-ന്റെ ഒരു മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനങ്ങൾ വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതലും അനലിസ്റ്റുകളൊക്കെ പറയുന്നത് ഒരു റേറ്റ് കട്ട് ഉണ്ടാകില്ലെന്ന് കൂടി തന്നെയാണ്. എന്നിരുന്നാലും ചിലർ പറയുന്നു നമ്മുടെ ജെറോം പവലിൻ്റെ ഒരു വിരമിക്കലിന് ശേഷമായിരിക്കും ഇനി ഒരു കമ്മിങ് ഒരു റേറ്റ് കട്ട് ഉണ്ടാകുക എന്നും പറയുന്നുണ്ട്. EU ഇന്ത്യ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിൽക്കുന്നു. ഈ ഒരു ബഡ്ജറ്റിന് മുമ്പുള്ള ഈ ഒരു ട്രേഡിംഗ് ദിനങ്ങളിലോട്ട് വരുമ്പോൾ സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ മാർക്കറ്റിൽ എന്താണ്? വിഷ്ണു, ആക്ച്വലി ഒരു ഡിസ്ക്ലോഷറോടുകൂടി തന്നെ തുടങ്ങാം. അതായത് ഞാനിപ്പോൾ ഏതാണ്ട് ഞാൻ പറഞ്ഞത് 25 ഇയേഴ്സിന് മുകളിൽ ഏതാണ്ട് 30 കൊല്ലം അടുപ്പിച്ചായി ഞാൻ ഇക്വിറ്റി മാർക്കറ്റ്സ് ആയിട്ട് റിലേറ്റഡ് ആണ്. ഞാനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് വരുന്നതാണ് വന്നതെങ്കിൽ പോലും ഇക്വിറ്റി മാർക്കറ്റ്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 25-30 കൊല്ലമായി. എപ്പോഴും നമ്മൾ ഇപ്പോൾ ബഡ്ജറ്റിന് ഏതാണ്ട് 3 ദിവസം കൂടെ ഉള്ളൂ. സാധാരണ എൻ്റെ ചരിത്രത്തിൽ നമ്മൾ ഈ ബഡ്ജറ്റും മാക്രോ എക്കണോമിക് കണ്ടീഷൻസും ഗ്ലോബൽ അഫയേഴ്സും ജിയോ പൊളിറ്റിക്സും ഗ്ലോബൽ എക്കണോമിയൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുമെങ്കിലും നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ്സിൽ മുന്നോട്ട് പോകാനായിട്ട്. ഓഫ് കോഴ്സ് ഈ വക കാര്യങ്ങൾ ഇമ്പാക്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഇമ്പാക്ട് ചെയ്യും, ബട്ട് ഒരു ടെമ്പററി ഇമ്പാക്റ്റോടുകൂടി, അതായത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലോബൽ ഫാക്ടേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിനെ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. എക്സെപ്റ്റ് 2008-2009 സമയത്ത് ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലാതെ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് വന്നിട്ടില്ല. ബട്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ആക്ച്വലി ഇന്ത്യൻ മാർക്കറ്റിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, മേ ബി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ കാണും, ഈ ലാസ്റ്റ് 1 ഇയർ, അതായത് എസ്പെഷ്യലി ഈ ട്രംപ് വന്ന് ചാർജ് എടുത്ത് ഈ ടാരിഫ് വച്ചതിന് ശേഷം കഴിഞ്ഞ ബഡ്ജറ്റിന് ശേഷവും ഞാൻ കാണുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ്സിനെ നമ്മൾ എക്കണോമിക് ആംഗിളിൽ കൂടി കണ്ടിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഭേദപ്പെട്ട പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്നുള്ള. അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു ഐസൊലേഷനിലാണ് കണ്ടിരുന്നത്. എത്രയോ, ഞാൻ പറയില്ല, 25 കൊല്ലത്തിൽ കൂടുതലായി അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടത്. അത് ഒരിക്കലും നമുക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല. എന്നാൽ ജനറൽ ആയിട്ടുള്ള മാർക്കറ്റ് കറക്ഷൻസിനെ നമ്മൾ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഞാൻ ഈ ലാസ്റ്റ് 1 ഇയർ കണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ്സിനെ നമ്മുടെ എക്കണോമിക് ലെൻസും ഗ്ലോബൽ എക്കണോമിയുടെ ലെൻസിലും കൂടെ നോക്കിയിരുന്നെങ്കിൽ ശരിക്കും എവിടെയാണ് അല്ലെങ്കിൽ ഏത് സെക്ടറിലാണ് ഏത് സ്റ്റോക്സിലാണ് മൂവ്മെൻറ്റ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു തന്നു എന്നുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് വീക്കെൻഡൊക്കെ ഇരുന്ന് ഞാൻ ഒരുപാട് വായിച്ച് ബഡ്ജറ്റിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ വായിച്ചപ്പോഴേ ലാസ്റ്റ് ഒരു കൊല്ലം എങ്ങനെയാണോ ഗ്ലോബൽ എക്കണോമി ഷേപ്പ് ചെയ്തത്, അതിനനുസരിച്ച് ഇന്ത്യൻ എക്കണോമി അല്ലെങ്കിൽ ഇന്ത്യൻ ക്യൂസിൽ വന്ന മാറ്റം, ഡോളറിൽ വന്ന മാറ്റങ്ങൾ, ഇന്ത്യൻ റുപ്പിയിൽ വന്ന മാറ്റങ്ങൾ, ട്രഷറി ഈൽഡ്സിൽ, അതായത് നമ്മൾ എല്ലാ ഓപ്പണിംഗ് അവേഴ്സിലും തുടക്കം നമ്മൾ ഗ്ലോബൽ ക്യൂസ് എന്ന് പറഞ്ഞു പോകുന്നില്ലേ, ആ സാധനങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ്സിൽ തന്നെ നമുക്ക് ഭേദപ്പെട്ട ഒരു റിട്ടേൺ ഉണ്ടാക്കാമായിരുന്നു. നമുക്ക് ഈ ഗോൾഡ് സിൽവർ റാലിയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു, കറക്റ്റായിട്ട് മണി ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു. കാര്യം ലാസ്റ്റ് 1 ഇയർ എക്സാക്ട്ലി നടന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ഒന്നുമല്ല വർക്ക് ചെയ്ത്, അസറ്റ് അലൊക്കേഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. അസറ്റ് അലൊക്കേഷൻ വെച്ചാൽ കറക്റ്റ് സമയത്തിന് കറക്റ്റ് സ്റ്റോക്സിൽ, അവിടുന്ന് കറക്റ്റ് ഷിഫ്റ്റ് ഗോൾഡിൽ സിൽവർ, ഇത് കംപ്ലീറ്റ് നമുക്ക് ഇൻഡിക്കേഷനും ക്യൂസും തന്നത് കംപ്ലീറ്റ് ഗ്ലോബൽ അല്ലെങ്കിൽ ഇന്ത്യൻ മാക്രോ എക്കണോമിക് കണ്ടീഷൻ ആണെന്നുള്ള. അതായത് പ്രോബബ്ലി ഫസ്റ്റ് ടൈമാണ് ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ബഡ്ജറ്റ് പറയാറുണ്ട്, പ്രീ ബഡ്ജറ്റ് ഷോസ് നടത്താറുണ്ട്, പോസ്റ്റ് ബഡ്ജറ്റ് ഷോസ് നടത്താറുണ്ട്, ഞാൻ ഡിസ്കഷന് പോയിട്ടുണ്ട്, നമ്മൾ നാഷണൽ ചാനൽസിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിലും
ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സവിശേഷത ഞാൻ കാണുന്നത് എന്നുള്ളത് ഒരു ആമുഖമായിട്ട് തന്നെ ഞാനൊന്ന് പറഞ്ഞു വെക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നലത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഫൈനലി ആഫ്റ്റർ എ ലോങ് ഇയേഴ്സ് ഓഫ് വെയിറ്റിംഗ് ദ മദർ ഓഫ് ഓൾ ഡീൽസ് ഈസ് ഹിയർ അല്ലെ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നു. ദാറ്റ് ഹാസ് ബിക്കം എ റിയാലിറ്റി എന്നുള്ളത് ഓഫ് കോഴ്സ് നമ്മൾ പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിൽ ഇത് പോസിറ്റീവായിട്ട് വരുന്ന സെക്ടേഴ്സും കമ്പനീസും നെഗറ്റീവായിട്ട് വരുന്ന സെക്ടേഴ്സും കമ്പനീസും ഒക്കെ നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തെങ്കിൽ പോലും കൂടുതൽ ഞാനത് ഡിസ്കസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടു ഏർലി ടു കമന്റ്. കാര്യം ഇതിനകത്ത് ഒരുപാട് ലീഗൽ പ്രൊസീജിയേഴ്സ് നടന്നിട്ട് ഈ FTA എഗ്രിമെന്റ് ഇൻ പ്ലേസ് ഇൻ പ്രിൻസിപ്പിൾ വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2025 അവസാനമോടുകൂടിയോ അല്ലെങ്കിൽ 2026 ഫസ്റ്റ് ക്വാർട്ടറോട് കൂടി മാത്രമേ ഇത് മെറ്റീരിയലൈസ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇമീഡിയറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന സെക്ടറുകളും സ്റ്റോക്കും ഒക്കെ ഒരു ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റാലിയാണ്, അതൊരു ഏർണിങ്സ് ബേസ്ഡ് ആയിട്ടുള്ള റാലി അല്ല. കാര്യത്തിൽ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ എപ്പോൾ വരണം? ഇപ്പൊ US ആയിട്ടുള്ള ട്രേഡ് ഡീൽ നമ്മൾ സൈൻ ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ നടക്കും. കാര്യം വെച്ചാൽ ഇത് ട്രേഡ് വിൽ റെസ്യൂം ഫ്രം ദ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ്, കൺസൈൻമെന്റ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ബട്ട് യൂറോപ്യൻ യൂണിയന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. യൂറോപ്യൻ യൂണിയന്റെ കാര്യത്തിൽ അവിടുത്തെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ 27 28 30 രാജ്യങ്ങളായിക്കോട്ടെ, അവരുടെ പാർലമെന്റ് അല്ലെങ്കിൽ ആ ലെജിസ്ലേച്ചർ പ്രൊസീജിയറിൽ കൂടെ അവിടെ പാസ്സാവണം. നമ്മുടെ ഇവിടെ ക്യാബിനറ്റിൽ പാസ്സാവുന്ന കാര്യത്തിൽ സംശയമില്ല. പല ലാംഗ്വേജിലായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ അത് പാസ്സാക്കി കുറെ ലീഗൽ ഫോർമാലിറ്റീസ് കഴിയുന്നതോടുകൂടി ഈ കൊല്ലം അവസാനിക്കുകയോ അല്ലെങ്കിൽ അടുത്ത കൊല്ലം സ്റ്റാർട്ടിങ് ഫസ്റ്റ് ക്വാർട്ടറിലോ വരും. പക്ഷേ ഒരു മാർച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഗ്രോത്തിനെ നമ്മുടെ ഇന്ത്യൻ കമ്പനീസിന്റെ ഏർണിംഗ് പൊട്ടൻഷ്യലിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു Q4 വരെ ചിലപ്പോൾ ഇതിന് വലിയ ഇമ്പാക്ട് വരില്ല. ടെമ്പററി ന്യൂസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനി, ടെക്സ്റ്റൈൽ കമ്പനി, അങ്ങനത്തെ ജെംസ് ആൻഡ് ജ്വല്ലറി, ലെതർ ഗുഡ്സ്, ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ങിനൊക്കെ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു പുൾ ബാക്ക് റാലി വന്നതെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും ഒന്ന് ഫിസിൽ ഔട്ട് ചെയ്തിട്ട് Q4 കൂടെ കഴിഞ്ഞിട്ട് അടുത്ത ഏർണിങ്സ് ബ്രോക്കറേജുകൾ കവർ ചെയ്യുമല്ലോ. അതായത് FY 26-27 ഏർണിങ്സിന്റെ ലാസ്റ്റ് ഹാഫിലായിരിക്കും ഇതിന്റെ ഏർണിങ്സ് അവരുടെ റിപ്പോർട്ടിലേക്ക് വരുന്നതും അതിനെ ബേസ് ചെയ്തായിരിക്കും സ്റ്റോക്കിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണതും ടാർഗറ്റ് പ്രൈസും ഇൻക്രീസ് ചെയ്യുന്നതല്ല. അപ്പോൾ ഇറ്റ് ഈസ് ടു ഏർലി ഫോർ അസ് ടു കമന്റ്. ഇതിനൊരു ന്യൂസ് വാല്യൂ അല്ലാതെ ഒരു റിസർച്ച് വാല്യൂ ഇപ്പോൾ അതിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീലിന്റെ കാര്യത്തിൽ. സോ ഞാൻ അതൊന്നും മാറ്റി വെച്ച് അതിനകത്ത് കൂടുതൽ ഡിസ്കസ് ചെയ്യില്ല. ബട്ട് ആസ് ആൻഡ് വെൻ വി മൂവ് ഫോർവേഡ് നമുക്ക് പല കാര്യങ്ങളും ഇത് പറഞ്ഞിട്ട് പോകണം എന്നുള്ളതാണ്. ആൻഡ് വിഷ്ണു പറഞ്ഞ പോലെ ശരിയാണ്, ജസ്റ്റ് 3 ട്രേഡിംഗ് ഡേയ്സ് ടു ഗോ ബിഫോർ ദ ഫൈനൽ എന്താ പറയുക ഒരു വിസിൽ അല്ലെ. ഈ പറയുന്ന പോലെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സൺഡേ ആണ്. വീണ്ടും സൺഡേ മാർക്കറ്റ് ഓപ്പൺ ആണ്. നമ്മൾ ഫുൾ ടൈം ഒരു ലൈവ് പ്രോഗ്രാമായിട്ട് 8-8:30 മുതൽ തുടങ്ങി ഏതാണ്ട് 4:30-5 മണി വരെ, അത് കഴിഞ്ഞൊരു ചെറിയൊരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഈവനിങ് സ്പെഷ്യൽ ഷോ ആയിട്ടും വരും. അതിൽ സ്റ്റോക്ക് മാർക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ടീം കൂടുതലും കവർ ചെയ്യുന്നതെന്നുള്ള. അത് രാവിലെ 8-8:30 മുതൽ തീർച്ചയായിട്ടും നിർമ്മല സീതാറാം മാഡത്തിന്റെ സ്പീച്ച് കഴിയുന്നതോടുകൂടി ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ് അനാലിസിസും ഇൻസൈറ്റ്സും കമന്ററിയും ഗസ്റ്റ് പാനലുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ള ഒരു സവിശേഷത കൂടെ നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ അറിയിക്കുന്നുള്ളത് മാത്രം. ഇന്നലെ നമ്മൾ ഓപ്പണിംഗ് അവേഴ്സ് തുടങ്ങാൻ നേരത്ത് 9:30-9:35 ശരിക്കും ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ആസ് വി സ്പീക്ക് റൈറ്റ് നൗ ടൈം ഈസ് 9:41 അല്ലേ. ഇത് ചിലപ്പോൾ നമ്മൾ യൂട്യൂബിൽ ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ 12 മണിക്ക് ശേഷമായിരിക്കാം. എന്നാൽ യൂട്യൂബിൽ ലൈവായിട്ട് പ്രേക്ഷകർക്ക് ഇത് കാണാനും പറ്റും. നമ്മൾ ഇന്നലെ നമ്മുടെ ഒപ്പീനിയൻ ഇന്നലെ ഓപ്പണിംഗ് അവേഴ്സ് തുടങ്ങിയപ്പോൾ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും വലിയ രീതിയിലുള്ള ഒരു ഷോർട്ട് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതായത് ഇൻ ഷോർട്ട് ദർ ഇസ് എ നെറ്റ് ഹെവി ഷോർട്ട് ഇൻ ദ സിസ്റ്റം. അപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ഷോർട്ട്സ് ഉണ്ടെങ്കിൽ ഒരു ഷോർട്ട് കവറിംഗ് റാലി ചെറുതായിട്ടൊന്ന് ട്രിഗർ ചെയ്താൽ ഈ ഷോർട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പൊസിഷൻസ് കവർ ചെയ്യുമ്പോൾ ഒരു ഷോർട്ട് കവറിംഗ് റാലി മാർക്കറ്റിൽ ഉണ്ടാവുക എന്നുള്ളത് സർവ്വസാധാരണം തന്നെയാണ്. ഒരു റാലിയാണോ ഇന്നിപ്പോ മാർക്കറ്റ് കാണാൻ? ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു കാര്യം എന്താ, ഇന്നലെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഞാൻ രാവിലെ ജസ്റ്റ് ഒന്ന് ആക്സിഡന്റൽ ആയിട്ട് ഞാൻ നോക്കിയപ്പോൾ ഏതാണ്ട് 30,000 crores ഒരു ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഷോർട്ട് ഞാൻ കണ്ടിരുന്നു എന്നുള്ള. അത് ഏതാണ്ട് ഒരു വലിയൊരു ഹൈ ലെവലാണ്. അതായത് കോവിഡ് സമയത്ത് പോലും നമ്മൾ ഇത്രയും ഒരു ഷോർട്ട് കണ്ടിട്ടില്ല എന്നുള്ള. അതായത് ഭൂരിഭാഗം ബിഗ് ഫണ്ട്സ് FIIസും ഷോർട്ടാണെന്ന് ഞാൻ പറയുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ 2 തരം FIIസും FPIസും ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നെന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ് ഉണ്ട്. അവരാരും ഈ ഷോർട്ട് ടേം ട്രേഡിങ്ങിലൊന്നും കളിക്കാറില്ല.
ഈ കൂടുതൽ ഇൻഡെക്സിൽ ഷോർട്ട് ചെയ്യുന്നതും ലോങ് ചെയ്യുന്നത് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഹെഡ്ജ് ഫണ്ടും ETF മണിയുമാണ്. അതെന്ന് പറയുന്നത് ഗ്ലോബലി ഇപ്പം ഇന്ന് ഇന്ത്യയിലാണ് ഓപ്പർച്യൂണിറ്റി എങ്കിൽ ഇന്ന് ഇന്ത്യയിൽ, നാളെ ചൈനയിലാണെങ്കിൽ ഇന്ത്യ സെല്ല് ചെയ്ത് ചൈനയിൽ പോകുന്നു, ചൈനയിൽ നിന്ന് ജപ്പാനിലോട്ട് പോകുന്നു, ജപ്പാനിൽ നിന്ന് കൊറിയയിലേക്ക് പോകുന്നു, കൊറിയയിൽ നിന്ന് തായ്ലൻഡ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ, അല്ലെങ്കിൽ തിരിച്ച് ബാക്ക് ടു US. അതായത് അതിങ്ങനെ ഫ്ലൈ ചെയ്ത് നടക്കുന്ന ഒരു ക്യാപിറ്റൽ. ട്രേഡ് പോലുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അവർ ഇവിടെ നിന്ന് വിട്ടിട്ട് നേരെ അങ്ങോട്ട്. അബ്സല്യൂട്ട്ലി. അതായത് അവരെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ ഇക്വിറ്റി അലോക്കേഷൻ സ്ട്രാറ്റജിയാണ്. അതായത് അവർ ഗ്ലോബലി അവരുടെ ഇക്വിറ്റി സെറ്റപ്പ് രാവിലെ നോക്കും, ഏത് മാർക്കറ്റാണ് അട്രാക്റ്റീവ്, അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. വാല്യുവേഷൻസ് ഒന്നും അവർക്കൊരു കാരണമല്ല. ഇന്ത്യൻ കമ്പനി ഇപ്പോൾ LNTയുടെ വാല്യുവേഷൻ എത്ര, ഇൻഫോസിസിന്റെ വാല്യുവേഷൻ, HDFC, റിലയൻസ് എത്ര പിയിലാണ് ട്രേഡ് ചെയ്യുന്നത്, ഇതൊന്നുമല്ല അവർ നോക്കുന്നത്. അവർ നോക്കുന്ന ഒരുപാട് മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ഒത്തുവരുമ്പോൾ ഇക്വിറ്റിയിൽ ഒരു റിലീഫ് റാലി കിട്ടും. അത് 2 ദിവസമേ ഉള്ളൂ. ഓപ്പർച്യൂണിസ്റ്റിക് ഫണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത്രയും ആ ഫണ്ടുകൾ FIIs, FPIs, ഞാൻ ഈ പറയുന്ന ആ ടിയർ ഓഫ് FIIs ഇന്ത്യൻ മാർക്കറ്റിൽ ഷോർട്ടായിരുന്നു. 38,000 crore വിച്ച് വാസ് ആൻ ഓൾ ടൈം ഹൈ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ഇന്നലെ രാവിലെ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഇനി ബഡ്ജറ്റിന് 4 ദിവസം മാത്രമേ ഇന്നലെ വരെ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നലത്തെ ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ. അപ്പം 4 ദിവസത്തേക്ക് ഇവർ ഈ ഷോർട്ട് ക്യാരി ചെയ്യുമോ? ക്യാരി ചെയ്യാൻ ചാൻസ് ഇല്ല. കാര്യം സപ്പോസ് ഇപ്പോൾ ഈ ഗവൺമെൻറ് ബഡ്ജറ്റിൽ എന്തെങ്കിലും ഒരു വലിയൊരു റിഫോം പറയുകയാണ്, മാർക്കറ്റ് അതിനെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഷോർട്ട് കവർ ചെയ്യേണ്ടി വരും ഭയങ്കരമായി. മനസ്സിലായി. അപ്പോൾ വെൻ യു ഗോ ഫോർ എ ലാർജർ ഈവൻറ്റ്, സാധാരണ എന്ത് ചെയ്യും, പൊസിഷൻസ് ലൈറ്റൻ ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ അവർ ഇന്നലെ രാവിലെ നോക്കുമ്പോൾ 38,000 crores ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലേക്ക് അവർക്ക് ഷോർട്ട് ഉണ്ട് എന്ന് നമ്മൾ കാണുമ്പോൾ ഇനി 4 ദിവസം കൂടെ ഉള്ളൂ. ഈ 4ാം ദിവസം, അതായത് ഇനിയിപ്പോൾ ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും ബഡ്ജറ്റിൻ്റെ അന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ഉള്ളത് കാരണം അവർ പൊസിഷൻസ് ലൈറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അവർ ഷോർട്ടുകൾ കവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാരണത്താൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, വി വിൽ നോട്ട് ബി സർപ്രൈസ്ഡ് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ ഇഫ് ദ മാർക്കറ്റ് ഒന്ന് ഗ്രീനിലേക്കോ ഒരു ചെറിയൊരു റാലിയോ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ സർപ്രൈസ്ഡ് ആവില്ല എന്നുള്ള രീതി പറഞ്ഞു. ആ പ്ലേ ബുക്ക് പോലെ തന്നെ എസ്പെഷ്യലി ലാസ്റ്റ് 1 hour അല്ലെങ്കിൽ ലാസ്റ്റ് 15 minutes നല്ല രീതിയിലുള്ള ഷോർട്ട് കവറിങ് റാലി നടന്നിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മളൊന്ന് ഈ പറയുന്ന പോലെ നമ്മൾ ഒരു കാര്യം കൂടെ അതിൻ്റെ ചേർത്ത് പറഞ്ഞിരുന്നു, അതായത് ഗ്ലോബലി ഡോളർ ഈസ് വീക്കനിങ് അഗെയിൻസ്റ്റ് എ ബാസ്ക്കറ്റ് ഓഫ് അതർ കറൻസി. അതേസമയം ഇന്ത്യൻ റുപ്പി വീക്കനിങ് ഡോളറിന് എഗെയിൻസ്റ്റും വീക്കായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള. എവിടെയെങ്കിലും വെച്ച് RBI ഇന്റർവീൻ ചെയ്യുകയായിരുന്നെങ്കിൽ ഈ വീക്കനിങ് ഡോളറിന് എഗെയിൻസ്റ്റ് റുപ്പി ചെറുതായിട്ടൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ അതും ഒരു ഇക്വിറ്റി റിലീഫ് റാലിക്ക് ഒരു കാരണമാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ബേസ് നമ്മൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു. അതായത് ഡോളറിൻ്റെ മൂവ്മെൻറ്റും റുപ്പിയുടെ മൂവ്മെൻറ്റും നമ്മളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ ഗ്ലോബൽ ക്യൂസിൻ്റെ കൂടെ നമ്മളൊന്ന് പറഞ്ഞു വെച്ചു. നമ്മളിത് പറയുന്നത് വെറുതെ അല്ല, ഇങ്ങനത്തെ കാരണങ്ങൾ എല്ലാം കൂടെ ആക്ട് ചെയ്യുമ്പോഴാണ് ആ മാർക്കറ്റിൽ ആ മൂവ്മെന്റ് ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ എക്കണോമിക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നുള്ള കാര്യം. നമ്മൾ ഇന്നലെ തന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോ 12 മണിക്ക് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ എനിക്ക് തോന്നുന്നു വിഷ്ണു കൊടുത്ത തംബ്നെയിലാണെന്ന് തോന്നുന്നു, FII ഷോർട്ട് അല്ല നിഖിലായിരുന്നു, FII ഷോർട്ട്സ് ഓൾ ടൈം ഹൈയിലാണ്, മാർക്കറ്റ് തിരിയുമോ എന്ന് ചോദിച്ചാണ് നമ്മൾ രാവിലെ തന്നെ അതിനൊരു തംബ്നെയിൽ ഇട്ടത് എന്നുള്ളത്. അതേപോലെ തന്നെ മാർക്കറ്റിൽ പ്ലേ ചെയ്തിരുന്നു എന്നല്ല. ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് വിത്ത് ജസ്റ്റ് 3 days ടു ഗോ ബിഫോർ ബഡ്ജറ്റ്, വിൽ ദിസ് ട്രെൻഡ് കണ്ടിന്യൂ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഈ ഷോർട്ട് കവറിംഗ് റാലി നടക്കുമോ ബഡ്ജറ്റിന് മുമ്പേ? പ്ലെയിൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ, അതായത് വലിയ കാൽക്കുലേഷനും റിസർച്ചും ഡെക്കറേഷൻസും, ഇപ്പോഴത്തെ ജെൻസിയുടെ ഭാഷയിൽ പറയുന്നത് ഡെക്കറേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഷോർട്ട് കവറിംഗ് റാലി ഇന്ത്യൻ മാർക്കറ്റിൽ 3 ദിവസം കൊണ്ട് നടക്കും. കാരണം എവറിബഡി വുഡ് ലൈക്ക് ടു ഗോ ടു ദ ബഡ്ജറ്റ് വിത്ത് എ ലൈറ്റ് പൊസിഷൻ, അല്ലേ? അതായത് വലിയ റിസ്ക്, ഒരു ദിവസത്തേക്ക് വേണ്ടി ഇത്രയും വലിയ റിസ്ക് എടുക്കണോ എന്നുള്ള രീതിയിൽ ലൈറ്റായിട്ട് പോകാൻ നമുക്ക് ആലോചിക്കാം. ബട്ട് ഇതിനകത്തൊരു ക്യാവിയറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് അങ്ങനെ തന്നെ പ്ലേ ചെയ്യണമെന്നില്ല. ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട്, ഇത് ബേസിക്കലി ഇന്ത്യൻ ബോൺഡ്സിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു ആർഗ്യുമെൻ്റ് ആണ് ഞാൻ പറയുന്നത്. അതായത് ചിലപ്പോൾ ഈ റാലിയെ ഒന്ന് കോഷ്യസ് ആയിട്ട് ഒന്ന് കാണേണ്ടി വരും എന്നുള്ളത്. ഞാനത് കുറച്ചുകൂടി, ഞാൻ എന്തിനാണ് ഇത് കുറച്ചുകൂടി കഴിഞ്ഞ് പറയാമെന്ന് വെച്ചാൽ, എൻ്റെ മുന്നിൽ ഞാനിപ്പോൾ ആ ഇന്ത്യൻ ബോണ്ട് മാർക്കറ്റിൻ്റെ ആ ഒരു ട്രേഡിംഗ് ഡെസ്കും കൂടെ എൻ്റെ മുന്നിലുണ്ട്. അതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ഇല്ലെന്നും കൂടെ നോക്കിയിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനുവേണ്ടി ടൈം എടുക്കുകയാണ്, അല്ലാണ്ട് പുഷ് ചെയ്യുകയല്ല എന്നുള്ളതാണ്. അതിനു മുമ്പായിട്ട് നമുക്കൊന്ന് ഗ്ലോബൽ ക്യൂസിലേക്ക് ഒന്ന് നോക്കിയിട്ട് വരാം എന്നുള്ളത്. അപ്പോൾ ഇന്നലെ വാൾ സ്ട്രീറ്റിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു മിക്സഡ് ഇമോഷനാണ് കണ്ടത്. ഞാൻ നോക്കിയപ്പോൾ S&P 500ഉം നാസ്ഡാക്കും ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ നേരത്ത് ഡൗ ജോൺസ് ഒന്ന് റെഡ് ആയിരുന്നു, നിയർലി ടു 1% ഡൗൺ ആയിരുന്നു എന്നുള്ള. S&P 500 is up by around 0.41%, നാസ്ഡാക്ക് 0.91% അപ്പായിരുന്നു, ഡൗ ജോൺസ് -0.83% ഡൗൺ ആയിരുന്നു എന്നുള്ള. അതായത് S&P 500ഉം നാസ്ഡാക്കും അപ്പ്, എന്നാൽ
ഡൗ ജോൺസ് ഒന്ന് നെഗറ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുമ്പോൾ എൻവിഡിയ ഏതാണ്ട് 1.14% അപ്പായിരുന്നു, ആപ്പിൾ 1.12% അപ്പായിരുന്നു, മൈക്രോസോഫ്റ്റ് 2.6% അപ്പ്, ഇന്റൽ 3.4% അപ്പ്, ആമസോൺ 2.63% അപ്പ്, മൈക്രോസോഫ്റ്റ് 2.23% അപ്പ്, സിസ്കോ 2.18% അപ്പ്. ഞാൻ ഇതിൻ്റെ കൂടെ ടെക്നിക്കലി ഞാനിങ്ങനെ അധികം ടെക്നിക്കലി നോക്കുന്ന ഒരാളല്ല, എങ്കിലും ഞാൻ ടെക്നിക്കലി നോക്കുമ്പോൾ എൻവിഡിയ ആമസോണും ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ചാർട്ടിൽ കാണിക്കുമ്പോൾ പോലും ആപ്പിളും മൈക്രോസോഫ്റ്റും ബെയറിഷ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് ശരിക്കും ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അതിനകത്തുനിന്ന് ഒരു റീഡിങ്ങും കിട്ടിയിട്ടില്ല. കാര്യം എന്തുകൊണ്ടാണ് ഈ ഡൈവർജൻസ് വന്നതിനുള്ളതിന് എനിക്കൊരു ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഐ എം സ്റ്റിൽ സെർച്ചിങ് ഫോർ ഇറ്റ് എന്നുള്ളതാണ്. ഇപ്പുറത്തെ സൈഡിൽ ഒരു ടോപ്പ് ലൂസേഴ്സ് ഞാൻ US മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് ഹെൽത്ത് ഏതാണ്ട് -19.6% ഡൗൺ ആയിരുന്നു എന്നുള്ള, നൈക്കി -2.91% ഡൗൺ ആയിരുന്നു എന്നുള്ളത്, പിന്നെ ബോയിങ് 1.51% ഡൗൺ ആയിരുന്നു, ഹോം ഡിപ്പോ 1.57% ഡൗൺ ആണ്, അമേരിക്കൻ എക്സ്പ്രസ് 1% ഡൗൺ ആയിരുന്നു, ബോയിങ് 1.57%. ഞാൻ നേരത്തെ പറഞ്ഞു, സോറി റിപ്പറ്റീഷൻ ആണ് എന്ന് പറഞ്ഞു. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നെങ്കിൽ, ഞാനൊരു അമേരിക്കൻ സിറ്റിസൺ ആയിരുന്നെങ്കിൽ, വേറൊരു ഹൈപ്പോത്തറ്റിക്കലാണ് ഈ പറയുന്നത്, ഐ വുഡ് ഹാവ് ബോട്ട് നൈക്കി. ഈ നൈക്കി ഞാൻ തീർച്ചയായിട്ടും മേടിച്ചതിനെ ഈ വാല്യുവേഷനിൽ നിന്നാണ്. കാര്യം വെച്ചാൽ നൈക്കിയിൽ ആ പുതിയ സിഇഒന്റെ റീസ്ട്രക്ചറിങ് പ്ലാൻസിൽ ഞാൻ കൺവിൻസ്ഡ് ആണ് എന്നുള്ളതാണ്. അതുമാത്രമല്ല സ്റ്റീവ് ജോബ്സ്, ആപ്പിളിന്റെ സിഇഒ, ഇൻ ഹിസ് പേഴ്സണൽ കപ്പാസിറ്റി ഈസ് ഓൾസോ ബൈ നൈക്കി സ്റ്റോക്സ് എന്നുള്ള. ഞാനിത് പറയാൻ കാര്യം നമുക്ക് ഒരുപാട് US പ്രേക്ഷകരും നമുക്കുണ്ട്, അവരെല്ലാവരും നമ്മുടെ അടുത്ത് മെസ്സേജ് വായിക്കുന്നുണ്ട്. ഞാനിത് പറയുന്നത് വെച്ചാൽ എനിക്ക് മേടിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല നൈക്കി സ്റ്റോക്സ്. എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ പൈസ ഇല്ല, ഞാൻ ഫുള്ളി 100% ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഈ കറക്ഷൻ എന്നെ അഫക്റ്റ് ചെയ്തു എന്നുള്ള ഡിസ്ക്ലെയിമർ കൂടെ ഞാനിവിടെ പറഞ്ഞുതരും. ബട്ട് ഇഫ് ഐ ഹാഡ് ന്യൂ മണി and if I had a chance to invest in international market and if I have a provision and operations to do so, I would have been a buyer in Nike stocks എന്നുള്ള രീതി പറയുന്നത്. ബിക്കോസ് നൈക്കി ഈസ് ടേണിംഗ് വെരി അട്രാക്റ്റീവ്. മേ ബി അതൊരു ടെമ്പററി ബാഡ് ഫേസിൽ കൂടെ ആയിരിക്കും പോകുന്നതെന്നുള്ള. ട്രഷറി മാർക്കറ്റ്സിലേക്ക് ഞാൻ ഗ്ലോബൽ ക്യൂസിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ ട്രഷറി ഈൽഡ്സ് ഈസ് ഇഞ്ചിങ് ഹയർ. കാര്യം എന്താ, ഇന്ന് വിഷ്ണു പറഞ്ഞ പോലെ ഇന്ന് രാത്രി ടുനൈറ്റ് ഫെഡിന്റെ മീറ്റിംഗ്, FOMC മീറ്റിംഗ് ഉണ്ട്. ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഡിസിഷൻ ഇന്ന് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ US 10-year ബോണ്ട് ഈൽഡ് ചെറുതായിട്ടൊന്ന് സ്പൈക്ക് ചെയ്ത് 4.23%. ബോണ്ട് മാർക്കറ്റിൽ പ്രത്യേകം ബ്രോഡ് മാർക്കറ്റ് ഒരു മെസ്സേജും നമുക്ക് തരുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് ട്രേഡിംഗ് എൻ ഇഞ്ച് ഹയർ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആസ് വി റൈറ്റ്ലി സെഡ്, വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഫെഡിന്റെ FOMC മീറ്റിംഗിന്റെ ഡിസിഷൻ വരും. ഫസ്റ്റ് പോളിസി മീറ്റിംഗ് ആണ് 2026 എന്ന് നമ്മൾ ആലോചിച്ചോളാം. പിന്നെ പ്രോബബിളി ഇത് വരുന്നതിന് വേറൊരു ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉണ്ട്. ഗോൾഡും സിൽവറും ഇത്ര വലിയ രീതിയിൽ മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് FOMCയുടെ മീറ്റിംഗ് വരുന്നതെന്നുള്ള കാര്യം. ഇൻട്രസ്റ്റ് റേറ്റ് ഒരുപാട് പ്രഷ്യസ് മെറ്റൽസിനെയും ഇക്വിറ്റീസിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പോളിസിയാണെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ US ഇന്ന് രാത്രി എനി ഹിൻഡ് ഓഫ് റേറ്റ് പോസ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു പോസോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക എന്നുള്ളൊരു ന്യൂസോ വരികയാണെങ്കിൽ ഗോൾഡിനും സിൽവറിനും ഉള്ള ഡിമാൻഡ് ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാര്യം. ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ആ ലോവർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വിൽ റെഡ്യൂസ് റിട്ടേൺസ് ഓൺ ബോണ്ട്സ്, അതായത് US ബോറോയിങ് കോസ്റ്റ് ഫോളോ ചെയ്യും എന്നുള്ളതാണ്. വിച്ച് ഈസ് എന്താ പറയുക, ഇൻഡയറക്ട്ലി ഗിവിങ് എ മെസ്സേജ് ദാറ്റ് പ്രഷ്യസ് മെറ്റൽസ് അല്ലെങ്കിൽ സേഫ് ഹെവൻ അസറ്റ്സിലേക്ക് പൈസ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള ട്രേഡ് സെറ്റപ്പാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ ഈ പറയുന്നത് കഴിവത് ഇന്ന് രാത്രി ഫെഡ് പോസ് ചെയ്യുകയോ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് ദ കേസ് ഫോർ സേഫ് ഹെവൻ അസറ്റ്സ് ലൈക്ക് ഗോൾഡ് ആൻഡ് സിൽവർ എന്നുള്ള രീതിയിലാണ് എന്നുള്ള. നമുക്കറിയാം 2025 US 3 റേറ്റ് കട്ട്സ് ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ബെഞ്ച് മാർക്ക് റേറ്റ്സ് അവിടെ 3.5 to 3.75% നിൽക്കുന്നതെന്നുള്ള. പിന്നെ നമ്മൾ ഈ റേറ്റ് കട്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടണമെങ്കിൽ ഞാനൊന്ന് ലേബർ മാർക്കറ്റ് സ്റ്റാറ്റിക്സ് ഒന്ന് നോക്കി. ലേബർ മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിരിക്കുകയെന്ന് US മാർക്കറ്റിൽ ഒന്ന്. രണ്ടാമത്തെ കാര്യം, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഏതാണ്ട് ഞാൻ നോക്കുമ്പോൾ ആവറേജ് ആയിട്ട് നോക്കുമ്പോൾ ഒരു 4.4% ഉണ്ട്. 3, കൺസ്യൂമർ സ്പെൻഡിങ്ങും ഒരു ഫ്ലാറ്റ് ആയിട്ട് റിമെയിൻ ചെയ്യുന്നത് കാരണം തന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രി റേറ്റ് കട്ട് ഒന്ന് പോസ് ചെയ്യുക എന്നുള്ള ചാൻസ്, അതായത് വേറൊരു ഫർദർ ആയിട്ടുള്ള ഒരു റിഡക്ഷൻ ഓർ ഇൻക്രീസോ കാണാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. ഞാൻ അതിന് കൊറാബറേറ്റ് ചെയ്യാനായിട്ട് ഈ CME ഗ്രൂപ്പിൻ്റെ ഡേറ്റ ഒന്ന് നോക്കിയപ്പോൾ ഏതാണ്ട് 97% പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് ഒരു റേറ്റ് പോസിനാണ് ആൾക്കാരും അനലിസ്റ്റുകളും
കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മിക്കവാറും അങ്ങനെ തന്നെ നടക്കാനാണ് ചാൻസ് എന്ന് പറയുന്നത്. പിന്നെ ആ പോസ്, അതായത് റേറ്റ് കട്ട് പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇക്വിറ്റിയുടെ കാര്യത്തിൽ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യത്തിൽ ഒരു സ്റ്റെബിലിറ്റിയും കൂടെ, അതായത് വലിയ രീതിയിൽ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാനായിട്ട് കാര്യമില്ല. അപ്പം മാർക്കറ്റിന് അതൊരു എന്താ പറയുക ന്യൂട്രൽ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. എന്നാൽ പ്രഷ്യസ് മെറ്റൽസിന് ചിലപ്പോൾ കുറച്ചുകൂടി ഒരു ബമ്പപ്പ് കിട്ടിയേക്കാം എന്നുള്ളതാണ്. പിന്നെ ജെറോം പവൽ അത് കഴിഞ്ഞ് എന്ത് കമൻട്രിയാണ് പറയുന്നത് എന്നുള്ളതാണ്. ആ കമൻട്രിയിൽ ഫ്യൂച്ചർ റേറ്റ് കട്ടിലേക്കാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അവിടെ കേസ് ഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ ഇക്വിറ്റീസ്, US ഇക്വിറ്റീസ് ഇൻക്രീസസ് എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത് എന്നുള്ളതാണ്. ബട്ട് ഈവൻ ദെൻ ഞാൻ അതിനുള്ള പ്രോബബിലിറ്റി, അതായത് ഒരുപാട് ഡേറ്റ അവിടെ എക്സ്പെക്ടേഷൻസിൽ എത്രത്തോളം ആയിരിക്കും ഓഡ്സ് ഇൻ ഫേവർ, ഓഡ്സ് എഗെയിൻസ്റ്റ് ആണെന്നുള്ളത് നോക്കുമ്പോൾ കൂടുതൽ പേരും ഈ പറയുന്ന പോലെ മാർച്ച് റേറ്റ് കട്ടിന് 16% ആൾക്കാരെ അനുകൂലിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇനി കൂടുതലും ഈ പറഞ്ഞ പോലെ ട്രംപിന്റെ ആള് വന്നതിന് ശേഷം, അതായത് മെയിൽ ഇദ്ദേഹത്തിന്റെ ടെന്യൂർ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും എന്നുള്ളതാണ്. ബട്ട് ഞാൻ ഇതിനകത്ത് ഇൻട്രസ്റ്റ് റേറ്റിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് പ്രഷ്യസ് മെറ്റൽസ് ആണ്. ഞാൻ ആക്ച്വലി അത് എഴുതി വെച്ചത് 8:30 മണിക്കാണ്. 8:30 മണിക്ക് ഞാൻ ഇവന്റെ ബുക്കിൽ എഴുതി വെച്ചപ്പോൾ സ്പോട്ടിൽ ഗോൾഡിന്റെ പ്രൈസ് എത്രയെന്നറിയോ? $5,231 per ounce, 0.96% അപ്പാണ്. സിൽവർ ഏതാണ്ട് $114 per ounce, 7.99% അപ്പായിരുന്നു എന്നുള്ള. ഗോൾഡ് ആൻഡ് സിൽവർ കണ്ടിന്യൂസ് ടു റാലി. അതിന് ഒന്നാമത്തെ റീസൺ ഞാൻ പറഞ്ഞല്ലോ, മിക്കവാറും ഇന്ന് രാത്രി ടു-നൈറ്റ് ബോണ്ട് ഡീൽസ് എന്തായാലും ഒരു റേറ്റ് കട്ട്, ഒരു പോസോ ആയിരിക്കാം മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ബിൽഡിംഗ് എ കേസ് ഫോർ ഗോൾഡ് ആൻഡ് സിൽവർ ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ്സ് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഇൻട്രസ്റ്റിംഗ്ലി ഒരു ഡേറ്റയും കൂടെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഗോൾഡ് സിൽവർ അല്ലേ, ഈ ഗോൾഡ് സിൽവർ റേഷ്യോ എന്ന് പറഞ്ഞൊരു റേഷ്യോ ഉണ്ടെന്ന് നമ്മൾ പലപ്പോഴായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഗോൾഡ് സിൽവർ റേഷ്യോ നമ്മൾ നോക്കാൻ നേരത്ത് ഈ രണ്ട് പ്രഷ്യസ് മെറ്റൽസിൽ റിലേറ്റീവ്ലി ഏതാണ് ചീപ്പർ, ഏതാണ് കോസ്റ്റ്ലി എന്ന് കാണിക്കും. ഇത് വേറെ ഒരു കമോഡിറ്റിയോ മെറ്റൽസ് ആയിട്ടല്ല, ഇവർ തമ്മിലുള്ളൊരു ബന്ധം. അതിൽ ആരാണ് കോസ്റ്റ്ലി, ആരാണ് ഈ പറയുന്ന പോലെ ചീപ്പർ എന്നുള്ള രീതിയിൽ കാണിക്കുന്ന ഒരു റിലേറ്റീവ് വാല്യൂഷൻ തരുന്ന സാധനമാണ് ഈ ഗോൾഡ് സിൽവർ റേഷ്യോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു റീഡിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് സിൽവർ റേഷ്യോ ഒരു ഹയർ റീഡിംഗ് ആണെന്ന് വെക്കാം. 80-100 ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സിൽവർ മേ ബി അണ്ടർ വാല്യൂഡ് വേഴ്സസ് ഗോൾഡ്. 80-100 എന്ന് പറഞ്ഞാൽ ഹയർ റീഡിംഗ് ആയിട്ടാണ് കാണിക്കുന്നതെങ്കിൽ സിൽവർ ഗോൾഡിനെക്കാട്ടിലും അണ്ടർ വാല്യൂഡ് ആണ് എന്നുള്ളൊരു ഫിഗറാണ് കാണിക്കുന്നത്. എന്നാൽ താഴോട്ടാണ് റീഡിംഗ് വരുന്നത് വെക്കുക. ഒരു 40-50 എന്ന് പറഞ്ഞാൽ ലോവർ റീഡിംഗ് ആണെങ്കിൽ അർത്ഥം സിൽവർ ഇസ് സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് വേഴ്സസ് ഗോൾഡ്. ഞാൻ ഈ സിൽവറിന്റെ ആംഗിളിലാണ് രണ്ട് ഡേറ്റയും പറഞ്ഞു, മനസ്സിലായി. 80-100 ആണ് എന്നുണ്ടെങ്കിൽ സിൽവർ ഇസ് അണ്ടർ വാല്യൂഡ് ദാൻ ഗോൾഡ്. ഏതാണ്ട് 40-50 ഇടയിലാണെന്നുണ്ടെങ്കിൽ സിൽവർ ഈസ് സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് ഇൻ റിലേഷൻ ടു ഗോൾഡ് എന്നൊരു ഫിഗറിലാണ് വന്നത്. അപ്പോൾ ലാസ്റ്റ് 1 മന്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സിൽവർ ഏതാണ്ട് എനിക്ക് തോന്നുന്നു സിൽവർ ഏതാണ്ട് 56-57% റിട്ടേൺ തന്നു. എന്നാൽ ഗോൾഡ് 17-19% മാത്രമേ റിട്ടേൺ തന്നു എന്നുള്ള. ഇന്നലെ ഞാനൊന്ന് അല്ലെങ്കിൽ ഇന്ന് വെളുപ്പിന് ഞാനൊന്ന് റീഡിംഗ് നോക്കാൻ നേരത്തെ ഈ ഗോൾഡ് സിൽവർ റേഷ്യോൻ്റെ റീഡിംഗ് എത്രയെന്നറിയോ? 45 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ബാൻഡ് 40-നും 15-നും ഇടയിൽ കറക്റ്റായിട്ട് 45 സിഗ്നൽ ചെയ്യുന്നത് എന്താണ്? സിൽവർ പ്രൈസ് മേ ബി ഓവർ വാല്യൂഡ് ഇൻ റിലേഷൻ ടു ഗോൾഡ് എന്നുള്ള രീതിയിലാണ്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ സിൽവർ ശരിക്കും പറഞ്ഞാൽ 7.5%, 8% അടുപ്പിച്ച് കയറിയിട്ടുണ്ടെന്നുള്ളതും ഗോൾഡ് ഏതാണ്ട് നിയർലി 1% കയറിയുള്ളൂ എന്നാണ്. അതായത് ദെൻ ആ റീഡിംഗ് കാണിക്കുന്നത് എന്താ? സിൽവർ കണ്ടിന്യൂസ് ടു ബി ഓവർ വാല്യൂഡ് കമ്പയർഡ് ടു ഗോൾഡ് ആസ് പെർ ഗോൾഡ് സിൽവർ റേഷ്യോ എന്നുള്ളറിയാം. എൻ്റെ പേഴ്സണൽ അഭിപ്രായമല്ല, ഗോൾഡ് സിൽവർ റേഷ്യോ പ്രകാരം അങ്ങനെയാണ് എന്നുള്ള. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് റാലിയിൽ വീണ്ടും അത് കുറച്ചുകൂടി ഒന്ന് 45-ക്ക് താഴെ വരാനാണ് ചാൻസ്, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് സിൽവർ ഈസ് ഗെറ്റിംഗ് മോർ കോസ്റ്റ്ലി റിലേറ്റീവ് ടു ഗോൾഡ്. അങ്ങനെയാണെങ്കിൽ സാധാരണ ഹിസ്റ്റോറിക്കലി അങ്ങനെ നിൽക്കാറില്ല. ഒരു പ്രൈസ് കറക്ഷൻ സിൽവറിൽ നടക്കാനുള്ള സാധ്യതകൾ ഇതിനു മുമ്പേ നടന്നിട്ടുണ്ട്. ഇപ്പം നടക്കുമോ എന്ന് എനിക്കറിയില്ല. കാര്യം നമ്മൾ ഫ്യൂച്ചറിലായിട്ട് ഒന്നും പറയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഹിസ്റ്ററി ഷോസ് ദാറ്റ് സിൽവർ യൂഷ്വലി കറക്റ്റ്സ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അത് ചെയ്യുന്നില്ല. ഗോൾഡിൽ വെച്ച് നോക്കുമ്പോൾ കമ്പാരിസൺ നടത്തുമ്പോൾ തന്നെ കുറച്ചുകൂടി ഒരു കൂടുതൽ നേട്ടം നൽകിയിരിക്കുന്നത് ഇപ്പോൾ സിൽവർ അല്ല. അതുകൊണ്ട് ഒരു കൂടുതൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യത സിൽവറിൽ ഗോൾഡിന്. ഞാൻ പറഞ്ഞല്ലോ, സിൽവർ ഏതാണ്ട് ലാസ്റ്റ് ഒരു മാസം നോക്കുകയാണെങ്കിൽ 56-57-60% റിട്ടേൺ തന്നപ്പോൾ ഗോൾഡ് ഏതാണ്ട് 17-18-19% റിട്ടേൺ തന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ബട്ട് നമ്മൾ ഈ പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഞാൻ ഇതാണ് പറയുന്നത്. ഇവിടെയാണ് ഞാൻ പറയുന്നത് എക്കണോമിക് കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ അസറ്റ് അലോക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്നുള്ളൊരു കാര്യം പറയാം. അതായത് നമ്മൾ തന്നെ നമ്മുടെ പഴയ ഓപ്പണിംഗ് അവേഴ്സിലേക്ക് നമ്മളൊന്ന് എടുത്തു നോക്കാം. ഏർലിയർ ഇൻ 2025
ഈ റിയൽ അപ്വേർഡ് മൂവ്മെന്റ് ഗോൾഡിൽ നടക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, നിഫ്റ്റി ഗോൾഡ് റേഷ്യോ വെച്ചിട്ട് പറഞ്ഞിരുന്നു ദർ ഇസ് എ ചാൻസസ് ദാറ്റ് ഗോൾഡ് മൈറ്റ് മൂവ് അപ്വേർഡ്സ് എന്ന് പറഞ്ഞു. അതായത് ഹിസ്റ്റോറിക്കലി അങ്ങനെയാണ്. അതായത് നിഫ്റ്റിയും ഗോൾഡും, അതായത് ഇന്ത്യൻ മാർക്കറ്റും ഗോൾഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ വെച്ചിട്ട് പറഞ്ഞു ഗോൾഡിന് ഇവിടുന്ന് ഒരു കേസ് കാണുന്നുണ്ട്. കയറോ ഇല്ലെന്ന് നമുക്ക് അന്നും അറിയില്ലായിരുന്നു. എന്നാൽ ഒരു കാര്യം പറയാം, ആ പറഞ്ഞ പോലെ തന്നെ ഗോൾഡ് കയറിയെന്ന് മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഗോൾഡിൽ ഒരു റാലി നടന്നു എന്നുള്ള, ബട്ട് നമ്മൾ അതിനകത്തൊരു ഇൻഡിക്കേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആ റീഡിംഗ് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു എന്നുള്ള. ഇന്ന് നമുക്ക് 2025 എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡ് ഹാഫ് ആയപ്പോൾ നമ്മൾ പറഞ്ഞു ഗോൾഡിന്റെ റാലി തുടങ്ങി ഒരു ഭേദപ്പെട്ട റാലി ആയപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞത് എന്താ, നമ്മൾ പറഞ്ഞിരുന്നു ഏതാണ്ട് ഗോൾഡ് സിൽവർ റേഷ്യോ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഏതാണ്ട് സിൽവറിന് സമയമാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് സിൽവറിനെ നമ്മൾ ഒരുപാട് ഹണ്ട് ബ്രദേഴ്സിന്റെ കഥ പറഞ്ഞിരുന്നു, സിൽവറിന്റെ കറക്ഷൻ പറഞ്ഞിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഒത്തിരി റീൽസ് വരെ ഇറക്കിയിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ഈ പറഞ്ഞ പോലെ സിൽവർ എന്ന് പറയുന്നത് ഗോൾഡിന്റെ പുവർ കസിനാണ്. അത് മാത്രമല്ല ഈ ഹണ്ട് ബ്രദേഴ്സിന്റെ കഥ പറഞ്ഞത് ഇന്ത്യയിൽ തന്നെ ഈ സിൽവർ പ്രൈസസ് നമുക്ക് ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോക്സി സ്റ്റോറി, ഒരു ക്വാസി സിൽവർ ഗ്രോത്ത് സ്റ്റോറി നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. ഹിന്ദുസ്ഥാൻ സിങ്ക് ആണ്. ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ മെയിൻ ലൈൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ഈ ലെഡും സിങ്കും സ്മെൽറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് സിൽവർ ആണ്. സിൽവർ വെറും ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് അവരുടെ മാർജിൻ ഭയങ്കര രീതിയിലാണ്, നമുക്ക് വലിയ മാർജിനാണ് കിട്ടുന്നത്. അപ്പോൾ സിൽവറിൽ എന്ത് പ്രൈസ് ഇൻക്രീസ് ഉണ്ടെങ്കിലും അത് കറക്റ്റ് ബോട്ടം ലൈനിലേക്ക് അടിക്കും. അത് ഹിന്ദുസ്ഥാൻ സിങ്കിന് ബെനിഫിറ്റ് ആവുന്നു. എനിക്ക് തോന്നുന്നു നവംബർ 2025 ഹിന്ദുസ്ഥാൻ സിങ്ക് ട്രേഡ് ചെയ്തത് ഏതാണ്ട് 450 രൂപയ്ക്കാണ് നവംബർ 2025. ഇന്ന് നോക്കുമ്പോഴോ 727, 720 മുകളിലാണ് ഈ ഹിന്ദുസ്ഥാൻ സിങ്ക്. 2 മാസം നോക്കുമ്പോൾ 50% റിട്ടേൺ കയറിയുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് നമ്മൾ പറഞ്ഞു എന്നുള്ള കാരണത്താലല്ല, എത്രത്തോളം എക്കണോമിക് ഡേറ്റ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഈസ് ഇൻഫ്ലുവൻസിങ് അസറ്റ് ക്ലാസസ് അറൌണ്ട് ദ വേൾഡ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അത് തുടക്കത്തിലും ഞാൻ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇനി ഞാനൊന്ന് ഓയിൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡ് ഏതാണ്ട് 3% ഹയർ ആയിട്ടൊന്ന് സൂം ചെയ്തതായിട്ടാണ് കാണേണ്ടത്. ഏതാണ്ട് $67 പെർ ബാരൽ എന്ന രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ്. അത് മെയിൻലി അതിനൊരു കാരണമുണ്ട്. അതായത് യുഎസിന്റെ പ്രൊഡക്ഷനും എക്സ്പോർട്സും ഒന്ന് ഡിസ്റപ്റ്റഡ് ആണ് ബിക്കോസ് ഓഫ് വിന്റർ സ്റ്റോംസ് ഒക്കെ കാരണം അവിടുത്തെ ആ മാർക്കറ്റ് കംപ്ലീറ്റ് ഒന്ന് ക്രിപ്പിൾഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ദർ ഇസ് ഈ പറഞ്ഞ പോലെ പ്രഷർ ഓൺ ഓയിൽ മാർക്കറ്റ്സ് ദാറ്റ് ഇസ് ഷോയിങ് ഇൻ ദ പ്രൈസ്. ഏതാണ്ട് 67 ഒരിടയ്ക്ക് 60 വരെ പോയതാണ്. 59-60 വരെ പോയ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഭേദപ്പെട്ട രീതിയിൽ ക്രൂഡ് ഒന്ന് റീട്രേസ് ചെയ്തിരിക്കുന്നു എന്നുള്ള 67 പെർ ബാരൽ എന്ന രീതിയിലേക്കായി. ഡോളർ ഇൻഡെക്സ് ഞാൻ നോക്കുകയാണെങ്കിൽ അതായത് ഡോളറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡോളർ മാസീവ്ലി ഇന്നലെ ഓവർനൈറ്റ് മാർക്കറ്റിൽ നല്ല രീതിയിൽ ഡോളർ വീണു എന്നുള്ളതാണ്. അതായത് ഡോളർ ഇൻഡെക്സ് ഇപ്പം എത്രയെന്ന് അറിയുമോ വിഷ്ണു? 96.13. അതായത് ഒരു സമയത്ത് ഞാൻ വെളുപ്പിനെ ജസ്റ്റ് ഒന്ന് ഞാൻ എണീറ്റ് ഒന്ന് TV വെച്ച് നോക്കിയപ്പോൾ ഡോളർ ഇൻഡെക്സ് 95.2 വരെ വന്നു. 95.2 റിക്കവർ ചെയ്ത് 96.13 വന്നു എന്നുള്ളതാണ് കാര്യം. അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താ, ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഡോളർ ഏതാണ്ട് ഞാൻ നോക്കുമ്പോൾ 4-year ലോയിലാണ് ഡോളർ ഇൻഡെക്സ് ട്രേഡ് ചെയ്യണമെന്നുള്ള നല്ല രീതിയിൽ ഡോളർ വീണു എന്നുള്ളതാണ്. അപ്പം തന്നെ ഞാൻ ഈ ഡോളറിന്റെ ഇത് റീഡിങ് കാണുമ്പോൾ താഴെ ഈ ഫോക്സ് ന്യൂസിൽ ഒരു ബ്രേക്കിംഗ് ആയിട്ട് കാണുന്നത് വെച്ചാൽ ട്രംപ് പറയുന്നത് ഹി ഈസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ദ ഫാൾ ഇൻ ഡോളർ ഇൻഡെക്സ് എന്നുള്ള രീതിയിലാണ്. അതായത് പറയുന്നത് ഡോളർ ഈസ് ഡൂയിങ് ഗ്രേറ്റ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് എന്നുള്ളത്. ബട്ട് ഇതിനകത്ത് ഈ ഡോളർ വീഴുന്ന ഒരു കാര്യം നമ്മൾ ഇന്നലെയും പറഞ്ഞു, വീക്കനിങ് ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നുള്ള ഒരു കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഡോളർ വീണ്ടും വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് 96.13 എന്നുള്ള. ബേസിക്കലി 2-3 റീസൺ ആണ് ഞാൻ ഇതിന് കാരണം കാണുന്നത്. ഒന്നെന്ന് പറയുന്നത് yen is putting lot of pressure on dollar എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അൺവൈൻഡിങ് ഓഫ് എൻകാരി ട്രേഡ് ഒക്കെ നടക്കുകയാണ്. അത് മാത്രമല്ല yen വേഴ്സസ് US ഡോളേഴ്സ് എന്ന് പറഞ്ഞ വലിയൊരു ഇൻഡെക്സ് ഗ്ലോബലി ഉണ്ട്. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മളത് പറയുന്നില്ല എന്നേ ഉള്ളൂ. yen is putting a lot of pressure on dollar എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ട്രംപ് നേരത്തെ ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നു നമ്മുടെ രാജ്യത്തിന്, അതായത് US-ന് ഒരു എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കറൻസി ഒന്ന് ഡിപ്രിഷിയേറ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഡോളറിന്റെ ഫോളിൽ ഇടപെടാതെ ഗവൺമെന്റോ ട്രഷറിയോ ഇടപെടാതെ അത് വീഴട്ടെ എന്ന് വിചാരിക്കുന്നതാണ്, സോ ദാറ്റ് എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് വരാൻ വേണ്ടിയിട്ട് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം അതെനിക്കറിയില്ല, ഇത് സ്പെക്കുലേറ്റീവ് മാത്രമാണ്. ഈസ് ദ കറൻസി മാർക്കറ്റ് പ്രൈസിങ് ഇൻ എ ജഡ്ജ്മെന്റ് എഗെയിൻസ്റ്റ് ട്രംപ് ഇൻ ദ സുപ്രീം കോർട്ട്? അതായത് ഈ ഞാൻ പറഞ്ഞല്ലോ $600 300 തൊട്ട് $600 ടാരിഫ് റവന്യൂ ആണ് ഈ ടാരിഫ് മുഖാന്തരം US-ന് കിട്ടുന്നത്. US-ന്റെ സുപ്രീം കോർട്ട് ഏതാണ്ട് 2-3 പ്രാവശ്യമായി ആ ഡിസിഷൻ, അതായത് ലീഗാലിറ്റി ഓഫ് ട്രംപ് ടാരിഫിനെ കുറിച്ചുള്ള ഫൈനൽ റൂളിംഗ് പോസ്റ്റ്പോൺ ചെയ്ത് പോകുന്നു.
ഇനി മാർക്കറ്റിൽ ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് റൂളിംഗ് വരികയാണെങ്കിൽ 67% ചാൻസസ് ട്രംപ് ഇത് പൊട്ടാനാണ് ചാൻസ് എന്നുള്ളത്. ഇനി അത് പൊട്ടുന്നാണോ ഇനി റുപ്പി മാർക്കറ്റ് നമ്മളോട് പറയുന്ന മെസ്സേജ് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ആൻഡ് ഈസ് ദാറ്റ് ഇൻക്രീസിംഗ് ദ കേസ് ഫോർ വീക്കനിങ് ഓഫ് US ഡോളേഴ്സ് എന്നുള്ള കാര്യമല്ല. ഇപ്പൊ ഈ 3 കാര്യങ്ങൾ കൊണ്ടായിരിക്കണം ഡോളർ ഇൻഡെക്സിൽ ഒരു വീക്ക് ആയിട്ട് വരുന്നത് എന്നുള്ള. ഇപ്പൊ ഡോളർ ഇൻഡെക്സ് നമ്മൾ ലാസ്റ്റ് 5 ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഹയസ്റ്റ് ലെവൽ 114 വന്നത്. ഒരു ആവറേജ് ലെവൽ എന്നൊക്കെ പറഞ്ഞത് 101 ഏറ്റവും ലോവസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 89 ആണ്. ഇപ്പോൾ ഏതാണ്ട് 96 അല്ലെങ്കിൽ 95ക്ക് 96നും ഇടയ്ക്കാണ് എന്നുള്ളതാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതെന്നുള്ള. അപ്പോൾ നമ്മൾ ഒന്ന് കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡോളർ വീക്കൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഡോളർ വീക്കൻ ചെയ്യുകയാണ്. യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീൽ നടക്കുന്നത് പോസിറ്റീവ് ഫോർ റുപ്പിയാണ് അല്ലെ. ഇൻഡോ US ട്രേഡ് ഡീൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും, നമുക്കത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ട്രേഡ് ഡീലാണ് വരുന്നത് എന്നുള്ളത് ഈസ് ബിൽഡിംഗ് എ കേസ് ഫോർ സ്ട്രെങ്തനിങ് ഓഫ് റുപ്പി. അപ്പോൾ ഡോളർ വീക്കൻ ചെയ്യാണ്, ട്രേഡ് ഡീല് കാരണം റുപ്പി സ്ട്രെങ്തൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ എന്താ പറയുക, ഒരു ചെറിയൊരു മാർക്കറ്റ് റാലിക്കുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നമുക്ക് അത് എഴുതിത്തള്ളാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ പറയുന്നത്. ഒന്നാമത് 3 ദിവസം കൂടെ ബഡ്ജറ്റിന് പോകാനുള്ളൂ, FISന്റെ ഷോർട്ട് കവറിങ് കൂടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. ബട്ട് ഇതിൽ ഒരു റീഡിംഗ് കൂടെ നമ്മൾ നോക്കണം. ഇങ്ങനെയാണ് ട്രേഡ് സെറ്റപ്പിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് രാവിലെ തുറക്കുന്നെങ്കിൽ പോലും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മാർക്കറ്റ് റിയലൈസ് ചെയ്യുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് FOMC മീറ്റിംഗ്. ആ FOMC മീറ്റിങ്ങിന് മുമ്പായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലെ FISന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കോഷ്യസ് ആയിട്ടുണ്ട്. അതായത് എന്തൊക്കെ ഒരു ബുൾ കേസ് ഇപ്പുറത്ത് ഉണ്ടാക്കുന്നു അതിന് ഇക്വലൻ്റ് ആയിട്ട് ഇപ്പുറത്തൊരു ബെയർ കേസും കൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഒന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളത്. അപ്പോൾ റുപ്പി ഞാനൊന്ന് നോക്കാൻ നേരത്തെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് 19 പൈസ കയറി 91.71 അഗെയിൻസ്റ്റ് US ഡോളേഴ്സ് ആയിരിക്കുന്നു. അപ്പോൾ ആ ഒരു സ്ട്രെങ്തനിങ് കൂടെ ആയിരുന്നു ഇന്നലെ സ്റ്റോക്ക് മാർക്കറ്റ് കയറാനുള്ള ഒരു കാര്യം എന്ന് പറയും. അപ്പോൾ ട്രംപിൻ്റെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ ബാക്ക് ടു US പോവുകയാണെങ്കിൽ ട്രംപിൻ്റെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ സുപ്രീം കോടതിയിൽ നമ്മൾ തോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, അത് ഭയങ്കര നെഗറ്റീവാണ്. കാര്യം ടാരിഫിൻ്റെ എണ്ണത്തിൽ നല്ലൊരു റവന്യൂ US കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ രണ്ടാമത് അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ പ്രോബബിളി എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഞാൻ ഈ അതായത് മിഡ് ടേം എലക്ഷൻസ് നമ്മൾ ലൂസ് ചെയ്യണമെങ്കിൽ ലൈക്ലി ചാൻസസ് ദാറ്റ് ഡെമോക്രാറ്റ്സ് അതായത് ഒപ്പോസിഷൻ പാർട്ടി വിൽ ഇംപീച്ച് മീ, എന്നെ റിമൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത്. അദ്ദേഹം ഒരു നാഷണലിസത്തിൻ്റെ സ്പിരിറ്റ് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ അവിടെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കുന്നത് USന്റെ ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ഗ്രീർ പറഞ്ഞൊരു കാര്യം. അതായത് സ്കോട്ട് ബെസന്റ് പറഞ്ഞത് ഇന്ത്യക്ക് മേളിലുള്ള റഷ്യ ഓയിൽ ഇമ്പോർട്ട് ചെയ്യണ കാര്യമുള്ള 25% ടാരിഫ് നമുക്ക് മാറ്റാനുള്ള സമയമായി എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യാണ്. ഇദ്ദേഹം പറയുന്നത് ഇന്നും ഇപ്പോഴും ഇന്ത്യക്ക് മേലുള്ള ടാരിഫ് 50% തന്നെയാണ് എന്നാണ് ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ഗ്രീർ പറയുന്ന ഒരു കാര്യം. ഇനി ഞാൻ USലെ ഒരു വാൾ സ്ട്രീറ്റ് ജേർണലിലെ ഒരു റിപ്പോർട്ടാണ്. സോഫ്റ്റ് ബാങ്ക് ഈസ് ഇൻ ടോക്സ് ടു ഇൻവെസ്റ്റ് അപ് ടു $30 ബില്യൺ മോർ, $30 ബില്യൺ മോറും കൂടി ഓപ്പണായിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടെ പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ് അവിടുന്ന് വരുന്ന വാൾ സ്ട്രീറ്റ് ജേർണലിലെ ഒരു ന്യൂസ്. ഇനി US തന്നെ ഒരു കാര്യം കൂടി, അതായത് US പ്രപ്പോസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ പ്രൈവറ്റ് മെഡിക്കൽ പ്ലാൻസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പേയ്മെൻറ്റ് അവരൊന്ന് ഹോൾഡ് ചെയ്ത്, പ്രൈവറ്റ് മെഡിക്കൽ പ്ലാൻസിന് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ് US ഗവൺമെൻറ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പോകുന്നു. അതായത് ഫ്ലാറ്റ് ആയിരിക്കും നെക്സ്റ്റ് ഇയർ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് പ്രോബബിളി ഞാൻ ഇന്ന് ഹെൽത്ത് കെയർ സ്റ്റോക്ക് ഇന്ന് US മാർക്കറ്റിൽ താഴെ ആയിരുന്നു ഏറ്റവും വലിയ ലൂസർ 19% ആണെന്ന് ഞാൻ ആദ്യം തന്നെ ഞാനൊന്ന് മെൻഷൻ ചെയ്തത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ സജിലിറ്റി പോലെയുള്ള കമ്പനികൾ ഔട്ട്സോഴ്സ്ഡ് വർക്ക് US ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് എടുക്കുന്നുണ്ട്. ഇന്ന് അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് എന്താണെന്ന് എനിക്കറിയില്ല. സോ ഈ ഒരു ന്യൂസ് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അഫക്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റോക്സ് ഉണ്ട് എന്നുള്ളത് പറയാനാണ്. അപ്പോൾ അത് മെഡിക്കെയർ പ്ലാൻസ് എന്തെങ്കിലും സജിലിറ്റിയുടെ റേറ്റ് വല്ലതും കിട്ടിയൊരു 0.5% ഒരു ചെറിയ നേട്ടത്തിലാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം, ഇതാണ് ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ ചെറുതായിട്ട് പേടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ ഗ്ലോബൽ ബോണ്ട് ഈൽഡും ട്രഷറി മാർക്കറ്റും ഒക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പുറത്ത് ഇന്ത്യൻ 10-year ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 10-year ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഹിറ്റ് ഓൾ ടൈം ഹൈ ഓഫ് 6.71 ഓൾ ടൈം ഹൈയിൽ ഇന്ത്യൻ ബോണ്ട്സ് ഹിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഈ ബോണ്ട് എന്ന് പറയുന്നത് ഏതാ, 10-year ബോണ്ട് ഈൽഡ് അല്ലെങ്കിൽ GSEC എന്ന് പറയുന്നത് ദ ഇൻട്രസ്റ്റ് ദാറ്റ് ദ ഇന്ത്യൻ ഗവൺമെൻറ് pays to borrow money for 10 years. 10 കൊല്ലത്തേക്ക് ബോറോ ചെയ്യാൻ
പോകുന്ന പൈസയുടെ ഇൻട്രസ്റ്റ് ആണ്, ഗവൺമെൻറ് പേ ചെയ്യാൻ പോകുന്ന ഇൻട്രസ്റ്റ് ആണ് ഈ 10-year G-Sec കാണിക്കുന്നത്. ഇറ്റ് ഹിറ്റ് 6.71 എന്ന് പറയുന്ന ഒരു ഫിഗറാണ്. അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു സംശയം, ഇന്ത്യൻ ബോണ്ട് മാർക്കറ്റ് ബഡ്ജറ്റിൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് സെൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. എന്താണ് ഈ ബോണ്ട് മാർക്കറ്റ് നമുക്ക് തരുന്ന സിഗ്നൽ തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ബിക്കമിങ് മോർ എക്സ്പെൻസീവ് ഫോർ ദ ഗവൺമെൻറ് ടു ഫണ്ട് ഇറ്റ്സ് ഡെഫിസിറ്റ്. അതായത് ഡെഫിസിറ്റ് ഫണ്ട് ചെയ്യാൻ ഗവൺമെൻറ്റിന് മോർ എക്സ്പെൻസീവ് ആവുന്നു എന്നുള്ളതാണ് ഈ ബോണ്ട് ഈൽഡിൻ്റെ റേറ്റ് സൂചിപ്പിക്കുന്നത് എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ റൈസിങ് ഈൽഡ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ഇൻഫ്ലേഷൻ എക്സ്പെക്ട് ചെയ്യുന്നു, ഭാവിയിൽ കൂടുതൽ ഇൻഫ്ലേഷൻ എക്സ്പെക്ട് ചെയ്യുന്ന കാരണം ദേ ആർ എക്സ്പെക്ടിങ് അല്ലെങ്കിൽ മോർ റിട്ടേൺ, ദേ ആർ ഡിമാൻഡിങ് ഫോർ മോർ റിട്ടേൺ ടു കോമ്പൻസേറ്റ് ദ ലോസ് ഓഫ് പർച്ചേസിംഗ് പവർ. ആ പർച്ചേസിംഗ് പവർ മുഖാന്തരം അവർക്കുണ്ടാവുന്ന നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോർ റിട്ടേൺ അവർ എക്സ്പെക്ട് ചെയ്യുന്നു, ബിക്കോസ് ഇൻഫ്ലേഷൻ ഈസ് ഗോയിങ് ടു ബി ഹൈ ഇൻ ദ ഫ്യൂച്ചർ എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലാണ് ബോണ്ട് ഈൽഡ് 6.71% എന്ന് പറയുന്ന ഒരു ഫിഗർ കാണിക്കുന്നതെന്നാണ്. അതായത് ഈ പറയുന്ന പോലെ ഹയർ ബോണ്ട് ഈൽഡ് എന്ന് പറഞ്ഞാൽ ബോണ്ട് പ്രൈസസ് താഴേക്കായി, അതായത് ഇവർ തമ്മിൽ നെഗറ്റീവ്, അതായത് ഒരു ഇൻവേഴ്സ് കോറലേഷനാണ്. അതായത് ലോവർ ബോണ്ട് പ്രൈസസ് ഹയർ ബോണ്ട് ഈൽഡ്സ് എന്ന ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ള. അതിൻ്റെ അർത്ഥം എന്താണ്? സിമ്പിൾ ഭാഷയിൽ പറയാം, ഇതൊക്കെ വളരെ ടെക്നിക്കലാണെന്ന് എനിക്കറിയാം, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല. ദാറ്റ് മീൻസ് ഹയർ ബോണ്ട് ഈൽഡ് ഈസ് നെഗറ്റീവ് ഫോർ ഇന്ത്യൻ ഇക്വിറ്റീസ് എന്നുള്ളതാണ് അതിൻ്റെ അണ്ടർലൈനിങ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ, നമ്മൾ സ്റ്റോക്സിനെ വാല്യൂ ചെയ്ത് നമ്മുടെ മുന്നിൽ ഓരോ ബ്രോക്കറേജുകൾ ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്ന പല വാല്യുവേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അവർ ടാർഗറ്റ് പ്രൈസ് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള DCF എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അതായത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് എന്ന്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്സിനെ വാല്യൂ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ 10-year ഈൽഡിൻ്റെ റേറ്റ് ആണ് ആ കാൽക്കുലേഷനിൽ ഉപയോഗിക്കുന്നത്. ആ 10-year ഈൽഡ് എത്രയാണ് എന്നുള്ളതാണ് നമ്മളത് നോക്കുന്നത്. അതായത് കമ്പനിയുടെ, അതായത് ദ പ്രസന്റ് വാല്യൂ ഓഫ് കമ്പനീസ് ഫ്യൂച്ചർ ഏർണിങ്സ്, അതായത് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഏർണിങ്സിൻ്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് DCF. ആ DCFൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഈ 10-year ബോണ്ട് ഈൽഡ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള അതിനകത്തുള്ള എക്സ്പ്ലനേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് എന്താ പറയുക, അത് ഈ പ്രൈസാണ് നമ്മളിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് വരാൻ പോണത് ഏർണിങ്സ് കമ്പനിക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്, വിച്ച് ഈസ് നെഗറ്റീവ് ഫോർ സ്റ്റോക്സ്, എസ്പെഷ്യലി ഹൈ ഗ്രോത്ത് സ്റ്റോക്സ്, ഹൈ ഗ്രോത്ത് സെക്ടേഴ്സ് ലൈക്ക് ഡിക്സൺ. ഈ മാർക്കറ്റ് ഏതൊക്കെ സ്റ്റോക്സിനാണോ ഹയർ വാല്യുവേഷൻ കൊടുത്തിരിക്കുന്നത്, ഡിക്സണോ കെയ്ൻസോ ട്രെൻഡോ, ഇത് തന്നെ ആവണമെന്നല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി എൻ്റെ വായിൽ വന്ന വാക്കുകൾ പറഞ്ഞു എന്നുള്ളൂ, ഇതിന് ഒരു കോറിലേഷനും ഇല്ല. അങ്ങനത്തെ സ്റ്റോക്കുകൾക്ക് അതിനെ DCF വാല്യുവേഷൻ അനലിസ്റ്റുകൾ പെൻ ഡൗൺ ചെയ്യുമ്പോൾ ഈ റേറ്റ് ആണ് അവർ അതിനകത്ത് കാൽക്കുലേഷൻ ഉൾപ്പെടുത്തണമെങ്കിൽ ഏർണിങ്സ് കുറയും എന്നുള്ളതാണ് അതിൻ്റെ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് നെഗറ്റീവ് ഫോർ സ്റ്റോക്സ്, എസ്പെഷ്യലി ഫോർ ഹൈ ഗ്രോത്ത് സ്റ്റോക്സ്. അതായത് ബോണ്ടിന് 6.71% എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, bonds are becoming more competitive compared to stocks. സ്റ്റോക്സിനെക്കാളും ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് ബോണ്ട് ആണ് എന്നുള്ള രീതിയിലേക്ക്. കാര്യം 6.71% ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്, ഓൾ ടൈം ഹൈയിലാണ്. അപ്പോൾ there are chances that money will shift from stocks to bonds എന്നുള്ള ഒരു ട്രേഡ് സെറ്റപ്പും കൂടെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ബോണ്ടിന്റെ ഈൽഡ് ഹയർ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഇനി എടുക്കാൻ പോകുന്ന ലോൺസ്, അതായത് കമ്പനികൾ ബോറോ ചെയ്യാൻ പോകുന്ന മണിയുടെ കോസ്റ്റ് ഓഫ് ഫണ്ട്സും ഇൻട്രസ്റ്റ് റേറ്റും കൂടി നിൽക്കുന്നു എന്നുള്ളതാണ്. സോ അങ്ങനത്തെ ഹയർ റേറ്റിനാണ് കമ്പനീസ് ബോറോ ചെയ്യുന്നതെങ്കിൽ അവരുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ താഴേക്ക് വരും. ദാറ്റ് മീൻസ് ഏർണിംഗ്സ് പെർ ഷെയർ റെഡ്യൂസസ്, വിച്ച് കോസസ് ഫോർ ഡീറേറ്റിംഗ് ഓഫ് സ്റ്റോക്സ് എന്നുള്ള രീതിയിലും കൂടെ പറഞ്ഞു വെക്കുന്നു എന്നുള്ള. അതായത് എനിക്കറിയാം ഞാൻ ഈ പറഞ്ഞതൊക്കെ വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, കൂടുതൽ എക്കണോമിയും ഫിനാൻസും അക്കൗണ്ടിങ്ങും കൊണ്ടുവന്നുള്ള ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഹയർ ബോണ്ട് ഈൽഡ്സ് ഓർ 10-year ഗവൺമെന്റ് സെക്യൂരിറ്റീസ് 6.71 ഇന്ത്യയിൽ റീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് നെഗറ്റീവ് ഫോർ ഇക്വിറ്റീസ് എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം എന്ന് വെച്ചാൽ ഫ്യൂച്ചർ ഏർണിങ്സ് പോലും പല കമ്പനികളുടെയും ഭാവിയിൽ കുറവായിരിക്കാനുള്ള ചാൻസസ് ആയിരിക്കും എന്നാണ് കാണിക്കുന്നത്. കാരണം
ഭാവിയിലെ ടാർഗറ്റ് പ്രൈസ് നമ്മൾ ഓരോ അനലിസ്റ്റുകളും ബ്രോക്കറേജസും എസ്റ്റിമേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ എത്രത്തോളം അവർ പ്രോഫിറ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. ആ കാൽക്കുലേഷന് വേണ്ടി ക്യാഷ് ഫ്ലോ, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന മെത്തേഡിലേക്ക് നമ്മൾ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ബോണ്ട് ഈൽഡ് ആണെന്നുള്ളതാണ്. അത് കൂടി നിൽക്കുകയാണെങ്കിൽ ഏർണിങ്സ് കുറയാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നതെന്നുള്ള. അപ്പോൾ ഏർണിങ്സ് ഡൗൺഗ്രേഡ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യും? PE ഡീറേറ്റ് ചെയ്യും, പ്രൈസസ് താഴേക്ക് വരും. അപ്പോൾ മാർക്കറ്റിൻ്റെ ടെക്നിക്കൽസ് പറയുന്നത് എന്താ? ഈ ഷോർട്ടും ലോങ്ങും എല്ലാം വെച്ചിട്ട് ഫ്യൂച്ചേഴ്സ്, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ദർ ഇസ് എ കേസ് ഫോർ എ റാലി. ഒരു സൈഡിൽ റുപ്പി ഈസ് ഓൾസോ അപ്രീഷിയേറ്റിംഗ് അഗെയിൻസ്റ്റ് ഡോളർ. ഇത് ഒരു സൈഡിൽ മാർക്കറ്റിന് കയറാനായിട്ടുള്ള ഒരു പോസിറ്റീവ് ബൈസ് കൊടുക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന US-ന്റെ FOMC മീറ്റിംഗിൽ റേറ്റ് കട്ട്. രണ്ടാമത് ഇന്ത്യൻ ട്രഷറി മാർക്കറ്റ് 10-year ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഗിവ്സ് എ ഡിഫറെന്റ് കൺസെപ്റ്റ് ഓൺ ഇക്വിറ്റീസ് ആസ് വെൽ ആസ് ബഡ്ജറ്റ് എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അതായത് ഗവൺമെന്റ് എക്സ്പെൻസ് കുറവാണ്, അല്ല റവന്യൂസ് കുറവാണ്, അതുകൊണ്ട് ഈ ഡെഫിസിറ്റ് ഒക്കെ ഇത് പോകണം എന്നുണ്ടെങ്കിൽ, അല്ലെ എക്സ്പാൻഡ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ടൈറ്റ് റോപ്പിൽ കൂടെ വാക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതിനകത്ത് മെൻഷൻ ചെയ്യണമെന്നില്ല. സോ രണ്ട് എന്താ പറയുക കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള വ്യൂസ് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ കൂടെയാണ് പാസ് ഓൺ ചെയ്തു പോകുന്നത്. ഒരുപാട് ഈ ഡീലിന്റെ കാര്യത്തിലൊന്നും എക്സൈറ്റഡ് ആവേണ്ട കാര്യമില്ല. അതായത് ബഡ്ജറ്റിന്റെ കാര്യത്തിലും എക്സൈറ്റഡ് ആവേണ്ട കാര്യമില്ല. ഞാൻ ഇൻവെസ്റ്റേഴ്സിനോട് കോഷൻ ചെയ്യുന്ന വെച്ചാൽ ഹോൾഡ് യുവർ ഹോഴ്സസ്. ദാറ്റ് ഡസൻറ്റ് മീൻ യു ഷുഡ് ബി നെഗറ്റീവ് ഓൺ ഇന്ത്യൻ എക്വിറ്റീസ്, ബട്ട് ജസ്റ്റ് പല വേരിയബിൾ ഫാക്ടേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആണ്, അത്രത്തോളം എക്കണോമിക് ഫാക്ടേഴ്സ് വരുന്നത്. എന്നാൽ എക്കണോമിക്ക് വെറി ചെയ്യണമെന്ന് വെച്ചാൽ ലാസ്റ്റ് 1 year ബാക്കിലേക്ക് നോക്കാൻ നേരത്ത് എക്കണോമിക് ഫാക്ടേഴ്സ് ആണ് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്. ഏതൊക്കെ 100-ൽ പരം സ്റ്റോക്കുകൾ കയറിയതിൻ്റെ പുറകിൽ പോലും ഒരു എക്കണോമിക് ഫാക്ടർ ഉണ്ടായിരുന്നു എന്നുള്ളത് അതിനകത്ത് വളരെ ക്ലിയർ ആയിരുന്നു എന്നുള്ളതുകൊണ്ട് ഞാനൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. സോറി, ഞാൻ കുറച്ചൊന്ന് കൂടുതലായിട്ട് ഞാൻ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞു പോയെങ്കിലും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് പോവുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. വി വിൽ എന്താ പറയുക, എഡ്യൂക്കേറ്റ് യു ഹൗ ടു മൂവ് ഫോർവേഡ് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഒരു കാര്യവും റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസോ അല്ല. നമ്മൾ പറഞ്ഞത് ഞാൻ കണ്ട ഒരു കാഴ്ചപ്പാടാണ് മാർക്കറ്റിന്. നിങ്ങൾക്ക് യു ക്യാൻ ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഇത് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കളയാം. അബ്സല്യൂട്ട്ലി ഒരു ഡിസ്ക്രിപ്ഷൻ. ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഹാവിംഗ് സെഡ് ദാറ്റ്, ഒരു ഡിസ്ക്ലോഷറും കൂടെ, ഐ ആം ഫുള്ളി ഇൻവെസ്റ്റഡ് ഇൻ മാർക്കറ്റ്. ഓവർ ടു യു വിഷ്ണു. സാർ, എന്തായാലും നമ്മുടെ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നിപ്പോൾ നിഖിൽ പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സമയങ്ങൾ വരാനിരിക്കുന്ന ഒരു, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി മാർക്കറ്റിലുള്ളൂ. താങ്കളുടെ ഓൾറെഡി ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ഒരു ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്കറ്റിൽ പ്രഷറോട് ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല വിഷ്ണു, ഞാനിത് പറയുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ബഡ്ജറ്റിൽ എന്തുണ്ടാവും എന്ന് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഫ്യൂട്ടൈൽ എക്സസൈസാണ്. അതായത് അതൊരു അസ്ട്രോളജറോ അല്ലെങ്കിൽ ഒരു ജോത്സ്യനോ പറയേണ്ട കാര്യങ്ങൾ. കാര്യം ബഡ്ജറ്റിൽ എന്താണ് എക്സ്പെക്ട് ചെയ്യണേ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം. നമ്മളിപ്പോൾ 1-ാം തീയതി ആണെന്ന് വിചാരിക്കുക, ഫെബ്രുവരി. ഇപ്പോൾ സമയം 2 മണിയാണെന്ന് വിചാരിക്കുക, 2 PM ആണെന്ന് വിചാരിക്കുക. ആ ബഡ്ജറ്റ് ഈസ് എ റിയാലിറ്റി അല്ലേ? എന്താണോ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്ററും ഫിനാൻസ് മിനിസ്ട്രി ടീമും ഉദ്ദേശിക്കുന്നത്, ദാറ്റ് ഈസ് ഇൻ പ്ലേസ്. നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും എന്താ പറയുക, ഫിനാൻസ് ബില്ല് പാസ്സായി പോവുകയും കൂടെ ചെയ്യും. ആ ബഡ്ജറ്റിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്കെങ്ങനെ പ്രോഫിറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് ട്രാവലിംഗ് ടുവേർഡ്സ് ബഡ്ജറ്റിനേക്കാളും മച്ച് മോർ ഇമ്പോർട്ടൻസ് ബഡ്ജറ്റ് വന്നതിന് ശേഷം ഒരു കൊല്ലത്തേക്ക് നമ്മൾ എങ്ങനെ ട്രാവൽ ചെയ്യാൻ പോകുന്നു, എങ്ങനെ പ്രോഫിറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതായിരിക്കും വിഷ്ണു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും സുരേഷ് സാർ, ഇന്നത്തെ നമ്മുടെ ഒരു എപ്പിസോഡിൻ്റെ ടൈം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ ഈ ഓപ്പണിംഗ് ഓഫ് അവേഴ്സ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഞങ്ങൾ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക. ഒപ്പം സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് പോലുള്ള ഒരു ഒപ്പീനിയൻ തേടിയതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. കൂടുതൽ അപ്ഡേറ്റ്സുമായി നമ്മുടെ റിസർച്ച് ടീം ഓരോ മണിക്കൂറിലും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം. Opening hours with MyFin.